ഈ ചൂട് കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ? ഒന്നാമതായിട്ട് ഫുഡ് പോയ്സണിങ്. നമുക്കറിയാം, ഈ ചൂടായിട്ടുള്ള അന്തരീക്ഷത്തില് ഏറ്റവും അധികം വൈറസും ബാക്ടീരിയയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പുറത്തിരിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ കുറേ നേരം ഇരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ എടുക്കുമ്പോൾ ഇത് നേരെ അവരുടെ വയറ്റിലെത്തുകയും ഇത് വൈറസോ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വയറിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പ്രധാനമായിട്ടും ലൂസ് മോഷൻ, വയറിളക്കം, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. രണ്ടാമതായിട്ട് ഇൻഫ്ലുവൻസ, ഫ്ലൂ, ആസ്മ, വീസ് എന്നൊക്കെ പറയും നമ്മൾ. അതായത് കൂടുതലായിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. കാരണം നമുക്കറിയാം, ഈ ടൈമിൽ കുഞ്ഞുങ്ങളെല്ലാവരും പുറത്തു പോയി കളിക്കും, നല്ല ചൂടാണ്, പുറത്തു പോയി കളിച്ച് തിരിച്ചു വരുമ്പോൾ വേഗം AC ഇട്ട് ഇരിക്കുന്നു കുഞ്ഞുങ്ങൾ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ, സഡൻ ആയിട്ടൊരു ടെമ്പറേച്ചർ ചേഞ്ച് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് ബാധിക്കുകയും ചെറുതായിട്ടൊരു തൊണ്ടവേനയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അത് പനിയായി, മൂക്കടപ്പായി, ചുമയായി, അങ്ങനെ അങ്ങനെ പൊക്കോണ്ടിരിക്കും. പിന്നെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ സ്കൂളിലെ മറ്റു കുട്ടികളുടെ അടുത്തുനിന്നോ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മൂന്നാമതായിട്ട്, ഈ ചൂട് കാലത്ത് നമ്മുടെ കണ്ണ് വളരെ ഡ്രൈ ആവുകയും കണ്ണിക്കേട് അഥവാ കൺജങ്ക്ടിവൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കണ്ണിന് ചുമപ്പ്, കണ്ണിന് വെള്ളം വരിക, പീള കെട്ടുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. നാലാമതായിട്ട് കാണുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ചൂടുകുരു, സ്കിൻ റാഷസ്, സൺബേൺ ആവാം, ചൂടുകുരു ആവാം. അതുപോലെ ചിക്കൻ ബോക്സിന്റെ ഇറപ്ഷൻ. ചിക്കൻ ബോക്സ് ഇപ്പോൾ വളരെയധികം കോമൺ ആണ്. അപ്പോൾ ഇതെല്ലാം ഈ വേനൽക്കാലത്ത് കാണുന്ന, പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളിൽ കാണുന്ന അസുഖങ്ങളാണ്. അപ്പോൾ പേടിക്കുകയല്ല, പ്രിവെൻഷൻ ആണ് ഏറ്റവും അധികം ആവശ്യം. ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഡോക്ടർ ഐശ്വര്യ കിഡി കെയർ ഫോളോ ചെയ്യുക. അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.